ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ മുട്ടയും അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഉള്ളപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിയും ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാതെ പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ടൊരു മാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇനി ഈ ഒരു മാവിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാക്കി നമുക്കിത് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് ടൈം വെക്കണമെന്നില്ല. നമ്മൾ മസാല റെഡിയാക്കുന്നതിന് മുന്നേ അതൊന്ന് കുഴച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മണമൊക്കെ മാറി വന്നിട്ടാകുമ്പോൾ പിന്നെ ഇതിലോട്ട് 1-2 സവാള ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ 1 ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 2 ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിനെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ടി വന്നാൽ പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ. ഈ പൊടികളുടെയൊക്കെ പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി നന്നായിട്ട് വഴറ്റിയ ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് ബീഫോ ചിക്കനോ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ ഞാനിവിടെ ബീഫാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ചിക്കൻ ചേർക്കുന്ന സമയത്ത് ഒന്നിക്ക് വേവിച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഏത് ടേസ്റ്റാണ് ഇഷ്ടം അതുപോലെ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല ഈ ബീഫിലോട്ടോ ചിക്കനിലോട്ടോ നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയംസുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഓവറായിട്ട് ചേർക്കരുത്, കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. 2 ഉരുളക്കിഴങ്ങൊക്കെ മതിയാവും. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങിലൊക്കെ മസാല പിടിച്ച ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതുപോലൊന്ന് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ പരത്തിയെടുത്ത ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ പുഴുങ്ങിയ ഒരു മുട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് 4 വശം ഒന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കവർ ചെയ്യണം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള മസാലയൊന്നും പുറത്തേക്ക് വരാത്ത വിധത്തിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പരത്തി മസാല ഫില്ല് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഫില്ല് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴേ നമ്മളിത് മാവ് പരത്തി മടക്കി വെച്ചിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ നന്നായിട്ട് എത്തുമ്പോഴേ അത് നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടും. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ലൈറ്റ്
ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണേ.